നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗോകുലേ, ദാ വരുന്നു. എന്താ അമ്മേ? നീ കൊച്ചിന് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നോ? ഇല്ല. പിന്നെ ഇതൊക്കെ എവിടുന്നാ? അമ്മ കൊടുത്തതായിരിക്കും. ഇല്ല, ഞാനും കൊടുത്തില്ല. പിന്നെ എങ്ങനെ വരാനാ ഇതിവിടെ? അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നിയതുകൊണ്ടല്ലേ നിന്നെ വിളിച്ചത്. നമ്മൾ അറിയാതെ ആരെങ്കിലും ഇനി ഇവിടെ വന്നിട്ടുണ്ടാവോ? മാളൂരോട് തന്നെ ചോദിക്കാം. മാളു, മോളെ, മോളെ, മാളു, എണ്ണീറ്റ് മോളെ, എണ്ണീക്ക്. മോളെ, മോളെ കാണാൻ ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ? ഇല്ല. പിന്നെ എവിടുന്ന ഈ ഫ്രൂട്ട്സ് ഒക്കെ മോള് കഴിച്ചത്? അറിയില്ല. മാളു, 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 സത്യം പറ, ആരാ മോളെ കാണാൻ വന്നത്? ആരും വന്നില്ലെന്ന് പറഞ്ഞില്ലേ? മാള് കിടന്നോട്ടെ, അമ്മ വാ. ഗോകുലെ, ഇവിടെ ആരും വന്നിട്ടുണ്ട്, അത് ഉറപ്പാ. നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ അറിയാതെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടുപിടിച്ചിരിക്കും. അതിനുള്ള വഴി എനിക്കറിയാം. വീട്ടിൽ പുറത്തുനിന്ന് ആരോ വന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, മാളൂന് ആരോ വന്ന് ഭക്ഷണവും മറ്റും കൊടുക്കുന്നുണ്ട്. ശരിയാണ് വക്കീലെ. പക്ഷെ എത്ര ചോദിച്ചിട്ടും ഒന്നും അറിയില്ലെന്ന മാള് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും ഗംഗയോ മഹിയോ തന്നെ ആയിരിക്കും. അത് തന്നെ ഞങ്ങൾക്കും തോന്നുന്നത്. പക്ഷെ അവരെപ്പോഴാ വരുന്നതെന്നും പോകുന്നതെന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇതൊരു നിസ്സാര കാര്യമാണ്. സത്യം പറഞ്ഞ അവരായിട്ട് നമുക്ക് അനുകൂലമായി ഒരുക്കി തരുന്ന തെളിവ്. വക്കീല് പറഞ്ഞ മനസ്സിലായില്ല. ഗോകുലെ, മാളുവിനെ നഷ്ടപ്പെടുന്നത് ഗംഗയുടെ കയ്യിൽ നിന്നാണ്. ഗംഗ മാളുവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് തെളിവുണ്ട്. അതിനുശേഷം നടന്നതിനൊന്നും തെളിവില്ല. അപ്പൊ എല്ലാം ഗംഗയുടെ തലയിൽ ഈസി ആയിട്ട് കെട്ടിവെക്കാൻ സാധിക്കും. അന്ന് ഗുണ്ടകളെയോ മറ്റോ ഉപയോഗിച്ച് മാളുവിനെ ഗംഗ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അത് നടക്കാത്തത് കൊണ്ട് ഇപ്പൊ വീട്ടിലേക്ക് വരുന്നു എന്ന് വേണം തെളിയിക്കാൻ. പക്ഷേ അതെങ്ങനെ സാധിക്കും? അത് ഈസിയല്ലേ ഗോകുൽ? വീട്ടിലൊരു CCTV സ്ഥാപിക്കുക. അവര് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ CCTVയിൽ കിട്ടുമല്ലോ. അത് വച്ച് നമുക്ക് കോടതിയിൽ പലതും തെളിയിക്കാൻ പറ്റും. അത് ശരിയാ. പക്ഷെ അവരാരായാലും മാളൂനെ സ്വാധീനിച്ച് അവർക്ക് അനുകൂലമാക്കുമെന്ന എന്റെ പേടി. മാളൂന് അവർക്കൊപ്പം നിൽക്കുന്നതാ താല്പര്യം. അത് നമുക്ക് തിരിച്ചടിയാവോ? അതെ, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് മാള് തിരിച്ചു പറഞ്ഞ എന്ത് ചെയ്യും? അത് നിങ്ങളുടെ മിടുക്കോലിരിക്കും. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. തൽക്കാലം അവിടെ ആള് വരുന്നത് കോടതിയുടെ മുന്നിൽ തെളിയിക്കാനുള്ള വഴി ഉണ്ടാക്കാൻ നോക്ക്. അത് ഞാൻ ഏറ്റു. എല്ലാ കുറ്റവും ഗംഗയുടെ തലയിൽ തന്നെ കെട്ടിവെക്കണം. ഭർത്താവിന്റെ ആദ്യ പാറിലെ കുഞ്ഞിനെ സ്വത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ വേണം ഗംഗ ശിക്ഷിക്കപ്പെടാൻ. എന്റെ അനുജത്തിയെ മറന്ന് ഗംഗയോടൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ച മഹിക്ക് ആ ജീവിതം കിട്ടാൻ പാടില്ല. മാളു നഷ്ടപ്പെടുന്നതിനോടൊപ്പം അവന്റെ പുതിയ ഭാര്യയെയും സ്വപ്നം കണ്ട ജീവിതവും അവൻ നഷ്ടമാവണം. അതെ, എന്റെ കുഞ്ഞിനെ കൊന്ന അവന് ഇനി ഒരു ജീവിതം ഉണ്ടാകരുത്. ഒരുപക്ഷെ അവന്റെ ഈ കളിക്കൂട്ടുകാരിയോടൊപ്പം ജീവിക്കാനായിരിക്കും അവൻ എന്റെ ഗൗരിയെ കൊന്നത്. നിങ്ങൾ സമാധാനിക്ക്. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഗോകുൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഏർപ്പാട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. ശരി വെക്കില്ലേ? മഹേട്ടാ, ഞാൻ മാളുവിനെ പോയി കാണാറുണ്ട്. എവിടെ? ഗൗരിയുടെ വീട്ടിലോ? അതെ. ഞാൻ ആദ്യം ചെന്നപ്പോ അവരെന്നെ അകത്ത് കയറ്റത് ഇറക്കി വിട്ടു.
പിന്നെ ഞാൻ ആരും അറിയാതെ അകത്ത് കയറി മാളുവിനെ കാണാൻ തുടങ്ങി. മാളു, ശ്ശ്, പതുക്കെ. എന്നാ മാളുവിനെ കാണാൻ വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തോ? മഹേട്ടാ, അത് എനിക്ക് മാളുവിനെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ എന്നെ കാണാതെ മാളുവും വിഷമിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ രണ്ടും കൽപ്പിച്ച് മാളുവിനെ കാണാൻ പോയത്. നിന്നെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കാതെ പോകുന്നു ഗംഗെ. മാളുവിനെ അന്ന് കൊണ്ടുപോയിട്ടും വലിയ സങ്കടമൊന്നുമില്ലാതെ ഗംഗ നടക്കുന്നത് കാണുമ്പോഴും എന്നെ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുമ്പോഴും എല്ലാം ഞാൻ ഗംഗയെ തെറ്റിദ്ധരിച്ചു. ഐ എം സോറി ഗംഗെ. അയ്യോ, ഇതിനൊക്കെ എന്തിനു മഹേട്ടൻ എന്നോട് സോറി പറയുന്നേ? ഉം. മഹേട്ടൻ വിഷമിക്കുന്ന കണ്ട എനിക്ക് സങ്കടാവില്ലേ? അതുകൊണ്ടാ ഞാനിപ്പോ എല്ലാം പറഞ്ഞത്. ഇനി മാളുവിനെ ഓർത്ത് മഹേട്ടൻ വിഷമിക്കരുത്. നമുക്ക് ഇന്ന് രാത്രിയിൽ തന്നെ മാളുവിനെ പോയി കാണാം. മഹേട്ടൻ എന്റെ ഒപ്പം വന്നോളൂ. ഞാൻ വരാം. ഇപ്പൊ സങ്കടമൊക്കെ മാറില്ലേ? ഇനി ഞാൻ മഹേട്ടനെ കഴിക്കാൻ ആഹാരം എടുക്കട്ടെ? എടുത്തോളൂ. ഞാൻ എടുത്തു വെക്കുമ്പോഴേക്കും മഹേട്ടൻ അങ്ങോട്ട് വന്നാ മതി. ഗംഗേ, ആ ചേച്ചി, നീ മഹേട്ടനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇന്ന് മാളുവിനെ കാണാൻ പോകുന്നത് സൂക്ഷിച്ചു വേണം. ഒരാൾ ഒറ്റയ്ക്ക് കേറുന്ന തന്നെ റിസ്കാ. അപ്പോ രണ്ടുപേര് കേറുന്നത് എത്ര ബുദ്ധിമുട്ടായിരിക്കും. ശരിയാണ്. പക്ഷേ മഹേട്ടൻ സങ്കടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. മഹിയേട്ടനോടുള്ള ഗംഗയുടെ സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും സൂക്ഷിക്കണം. സൂക്ഷിച്ചോളാം ചേച്ചി. ശരി. അവരുടെ കണ്ണീ പെടാതെ നോക്കണം. എന്നെ കൊണ്ടാവുന്ന സഹായം ഞാനും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.